ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നൗ ഗെയിമർ. ഗൈസ്, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് റോബ്ലോക്സ് ആണ്. റോബ്ലോക്സ് നമ്മുടെ ഫ്രണ്ടിൽ തന്നെ കിടക്കുന്നുണ്ട്. നമ്മൾ റോബ്ലോക്സ് ഇതുവരെ ഒന്നും കളിച്ചിട്ടൊന്നുമില്ല. ഞാൻ ഒരു കളി കളിച്ചിട്ടുണ്ടായിരുന്നു, ഒരു പ്രൈസ് ആൻഡ് എസ്കേപ്പ്. അത് കളിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് നല്ല ടഫായിരുന്നു. ഞാൻ 14 സ്കിപ്പ് അടിച്ചിട്ടാണ് പോയത്. എനിക്കൊരു എക്സ്ട്രീം ഫീലാണ് ഗൈസ് തോന്നിയത് അത്ര. അപ്പം ഞാൻ റോബ്ലോക്സ് ഞാൻ വിചാരിച്ചു ഫസ്റ്റ് ഇങ്ങനത്തെ ഒന്നും ഉണ്ടാവത്തില്ല, വെറുതെ ഓരോ ഗണ്ണും വെച്ച് ഇട്ടത് അങ്ങനെ പോലെ. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് സ്ക്വിഡ് ഗെയിമാണ് കേട്ടോ. റോബ്ലോക്സിൻ്റെ ഈ ഒരു ഇങ്ങനത്തെ നമുക്ക് നേരെ പോവാം കേട്ടോ. ഗൈസ്, കുറച്ച് നെറ്റ്വർക്ക് പ്രശ്നം തോന്നണം, വരുന്നുണ്ടോ ഗൈസ്? ഞാനിത് സ്ക്രീൻ റെക്കോർഡാണ് കേട്ടോ, അതുകൊണ്ടാണ് ഇത് ഇങ്ങനത്തെ ഒരു സാധനം. പിന്നെ നമുക്ക് നേരെ കളിയിലേക്ക് പോവാം. സീസൺ 3 സ്ക്വിഡ് ഗെയിം സ്ക്വിഡ് എക്സ് ഗെയിം അതൊന്നും അറിയില്ല, സ്ക്വിഡ് ഗെയിം എന്നായിരിക്കും. അപ്പോൾ ഗൈസ്, നമുക്ക് എന്താണെന്ന് അറിയില്ല, എന്തൊരു വരയ്ക്കുന്നതൊക്കെ കണ്ടു. സീസൺ 3 ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല ഗൈസ്. ഫോണിൽ ചരിച്ച് പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഫുൾ എന്താണെന്നറിയില്ല, കുറച്ച് ലാഗ് ഉണ്ടാവും ഗൈസ്. വന്നിട്ടുണ്ട്, കുറച്ച് സമയം എടുക്കണ്ട ഫുള്ള് വരാൻ. ഫുള്ള് പ്ലെയേഴ്സ് കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഇതാണോ ഞാനതല്ല പക്ഷെ ഇതാണ് തോന്നുന്നു ഞാൻ. യെസ്, ഇതെന്ത് ഇങ്ങനെ നടക്കണേ? ഗൈസ്, ഇത് ഫുൾ ലാഗാണോ വേറെ വലുതാണോ? ഇങ്ങനെ ആടിയോട് നടക്കണേ, എന്ത് സംഭവം? നമുക്ക് പോയി നോക്കെങ്കിൽ ഗൈസ്. നമുക്ക് ഇത് വേണ്ട കേട്ടോ, ഇത് ഫുള്ള് ലാഗാണ്. ഈ സ്ക്വിഡ് ഗെയിമിൻ്റെ ഒന്നും വർക്കാവുന്നില്ല ഗൈസ്, അതാണ് പ്രശ്നം. ഗൈസ്, നമുക്ക് പ്രൈസ് ആൻഡ് എസ്കേപ്പ് അല്ലെങ്കിൽ തും സഹൂർ എസ്കേപ്പ് ഉണ്ട് കേട്ടോ. അവൻ്റെ നിന്ന് രക്ഷപ്പെടുന്നത് നമ്മുടെ സഹൂർ തുങ്ങിൻ്റെ നിന്ന്. ഇതൊക്കെ ഞാൻ കളിച്ചു, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇത് ഗൈസ്, സർവൈവ് തുങ്ങുണ്ട്. പിന്നെ കുറേ ഈ സ്ലൈഡിനെ ഞാൻ കളിച്ചു ഗൈസ്. ഈ ഒരു സാധനം ഇത് ഏണി വലിച്ച് കയറണേ, കയറിയിട്ടും എത്തണില്ല. അവസാനം ഞാൻ എന്നിട്ട് ബാക്ക് അടിച്ച് വന്നാണ്. അത്ര ദൂരം നിങ്ങൾ റോബ്ലോക്സ് കളിക്കുന്നവരാണെങ്കിൽ അറിയാം, അത്രയും ദൂരമാണ് ഗൈസ്. ഫുട്ബോൾ ഗൈസ്, ഇത് കളിക്കാം. അത് സ്ക്വിഡ് ഗെയിമിൻ്റെ ഒന്നും വർക്കാവുന്നില്ല ഗൈസ്. എൻ്റെ ഫോണിൻ്റെ പ്രശ്നമാണ് തോന്നുന്നു. സ്ക്വിഡ് ഗെയിമിൻ്റെയൊക്കെ എനിക്ക് മനസ്സിലാവുന്നില്ല അതെങ്ങനെ കളിക്കേണ്ടത്. ഇപ്പോൾ ഗൈസ്, വീണ്ടും നമ്മൾ ഗസ് ഫുട്ബോൾ സ്റ്റാർ റേസ് ഗൈസ്. എനിക്ക് അറിയണ ആകെ എംബാബ, മെസ്സി, നെയ്മർ, റൊണാൾഡോ, അങ്ങനെ കുറേ പേരെന്നാണ് അറിയുള്ളൂ. നമുക്ക് ഇങ്ങോട്ട് പോയി നോക്കാം. നമുക്ക് ഇതിൽ തന്നെ കയറിക്കൊണ്ടിരിക്കാം കുറച്ച്. അതാ ഗൈസ്, കയറിയത് അത് ഇത്തിരി പ്രശ്നമായി. ശരിയായിരുന്നു. ഇതാണെന്ന് അറിയില്ല അവൻ്റെ ഗൈസ്. എനിക്കൊന്നും എന്താ മനസ്സിലായില്ല, പക്ഷേ ഫുട്ബോൾ സ്റ്റാറാണ്. വാട്കിൻസ്, പെഡ്രി,
എടാ ഇതിൻ്റെ ഉള്ളിൽ ഒരു ചെരുപ്പിന് ചിഹ്നം. ചാടി ചാടി റൊണാൾഡോ പക്ഷെ അതിൽ തന്നെ പോയാൽ മതിയായിരുന്നു. ഓ അവിടെ റെഡ് കാട്ടി എനിക്ക് മനസ്സിലായിട്ടാ ഇതിലല്ലേ ഇത് ഇവിടെ റെഡ് കാട്ടി ഗൈസ് ഒടിഞ്ഞു പോയി ഞാൻ. ഇത് സിമ്പിളാണ് കേട്ടോ. നമ്മൾ ഒരു പ്രാവശ്യം ഔട്ടായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തെറ്റായത് റൊണാൾഡോ. ഗൈസ് ഇത് റൊണാൾഡോ ആയിരിക്കും. അതാ ഗൈസ് ഇത് റൊണാൾഡോ അല്ലേ? എന്ത് ആരാണെന്നെന്തോ എനിക്ക് അറിയില്ല. റോഡ്രിജോ അതാരാണെന്നാണ് ചോദിക്കണേ. രണ്ടുപേരും എനിക്കറിയത്തില്ല. അപ്പം നമുക്ക് ഇതിൽ പറയാം. ഈ നമ്പർ പ്ലേറ്റ് ഉള്ളത് കൂടെ അല്ല ഗൈസ് ഇപ്പം എനിക്ക് മനസ്സിലായി. ഈ ഒരു സൈൻ ബോർഡ് കണ്ട ഇതിൽ എന്താണ് ഒരാളുടെ പേരാണ്. അപ്പം ഇത് ആരാണെന്ന് ചോദിക്കണേ. റൊമേലോ ലുക്കാക്കു ശേ ഞാനിവൻ്റെ ഒരു ചൈന ലുക്ക് ഉണ്ടപ്പോൾ വിചാരിച്ചു. റൊണാൾഡ് അറുവാച്ചോ ആരതായിരിക്കും? യെസ് റൂബൻ ഡിയാസ് ഇവനായിരിക്കും. അല്ല ഇവനായിരുന്നു. സാൻഡിഗോ ഗിമെൻസ് ഇവനാണ് തോന്നുന്നു. യെസ് സെർഹോ അല്ലായിരുന്നു. ഇവൻ എൻ്റെ തലയൊക്കെ പറഞ്ഞു വീഴുന്നു. ആരാണ്? സോൺ. എനിക്കൊന്നും ഈ ചൈന ലുക്കിലവനാണ്. കാരണം അവന് പേര് കിടന്നു ടഫേലിയാവോ. അല്ല പക്ഷേ ഇത് ഒറിജിനൽ ഫോട്ടോ കാണിക്കുന്നു അല്ലേ റോബ്ലോക്സിൽ. ഒരു ഗെയിം അല്ലാണ്ട് ഇഷ്ടപ്പെടണം. ആരാണ്? യെസ് അതും കറക്റ്റായിരുന്നു. തിബോട്ട് കോറിഷ് ഇവനായിരിക്കും. യെസ് ടോണി ക്രൂസ് അല്ലായിരുന്നു. ടോണി ക്രൂസ് ഇപ്പുറത്തവനായിരുന്നു. കാരണം ട്രെൻഡി അലക്സാണ്ടർ ഇത് മറ്റവനല്ലേ? ഹാലൻഡ് വിക്ടർ. ഇപ്പന്മാരറിയാത്തവനെ കൊണ്ടിരുമ്പോൾ 21 കഴിഞ്ഞ് സ്കിപ്പ് ഞാൻ ചെയ്യില്ല. വിക്ടർ അതും അതല്ലേ കേസ് ഇതെവിടെ കണ്ട ശിവനല്ലായിരുന്നു. നമ്മൾ മുമ്പ് ഇത് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? പക്ഷെ അതിൽ ഇപ്പുറത്തവൻ കണ്ട നമ്മളിപ്പോൾ കയറാത്തവൻ ഈ ശരിയായിട്ടുള്ളവൻ ഇവൻ്റെ വേറൊരു ഫേസ് ആയിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് വിനീക്ലസ് ജൂലോ ഇവനല്ല അവനായിരുന്നു. ഞാനൊരു പേര് വെച്ചിട്ടാണ് പോകുന്നത്. എനിക്കപ്പോൾ ഹാലൻഡിനെ കണ്ടപ്പോൾ അപ്പം തന്നെ മനസ്സിലായത് ഹാലൻഡാണ്. അപ്പോൾ അപ്പുറത്തല്ല വിർജിൽ ആരത്? ഇവനെ കണ്ട ലുക്ക് തോന്നില്ലല്ലോ.
അയ്യോ പോലെ അതാ ഗൈസ് ഇതാണ് യെസ് വേറൻ സേർ അമേരി യെസ് വില്യം സൈബ അവനായിരിക്കും അതാ അവനല്ലായിരുന്നു അർസണലിറ്റിയാണല്ലേ അർസണൽ തന്നെ അല്ലേ ഗൈസ് ഇതിൽ യാസിനോ പോണോ ആരെ അല്ല ഈ തല ഇങ്ങനെ പറഞ്ഞു ചിലി വരുന്നത് സ്പീഡിൽ പോകണ്ട യെസ് നമ്മൾ ഈ ഷൂസിന് ചെയ്യുന്നവർക്ക് നല്ല സ്പീഡ് ഉണ്ട് കേട്ടോ ഇതൊക്കെ സിമ്പിൾ ക്രിസ്ത്യാനോ റൊണാൾഡോ സിമ്പിളാണ് ലയണൽ മെസ്സി അത് സിമ്പിളാണ് ഗൈസ് ഹാലൻഡ് അത് സിമ്പിളാണ് ഗൈസ് യെസ് ഇത് ഇവനാണോ ഡൗട്ടുണ്ട് ഡൗട്ടില്ല അതില്ല ഹാർട്ടാണ് ഇവനാണോ യെസ് ഹാർഡിനെ പോലെ ഞാൻ വെറുതെ അലക്സ് ഗ്രിമാഡോ ഇവനാണോ ഓ യെസ് ഗസ് ചെയ്താണ് ഗേസ് വേറെ അലക്സാണ്ടർ അയ്യോ പോലെ അപ്പോഴേ അതിൽ പോയാൽ മതിയായിരുന്നു ശബ്ദം കേട്ട സ്പീഡ് അമർത്തണ്ട കേട്ടോ അലക്സിസ് മാക് അലിസ്റ്റർ യെസ് അൽവാര മൊറാട്ടോ ഇവനാ വിചാരിച്ചു ഇവൻ്റെ പേര് വേറെന്തായിരുന്നു മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു തോന്നണമെന്ന് അല്ലാണ്ട് ശരിക്കും വന്നിട്ടുണ്ടായിരുന്നില്ല നമുക്ക് ഈ ഷൂസ് നമുക്ക് കിലിയൻ എംബാബെ അതിവൻ എംബാബിനെ അറിയാത്ത ആരെങ്കിലും ഉണ്ടാവും അല്ല കുറേ പേരുണ്ടാവും എന്നാലും ചോദിച്ചത് ഗൈസ് പിന്നെ നിങ്ങൾ റോബ്ലോക്സ് കളിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ വീഡിയോ ലൈക്ക് ചെയ്തോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ നീ ഏത് മൊബൈൽ ഗെയിമാണ് കളിക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യുക നമ്മൾ ഫ്രീ ഫയർ ഓൾറെഡി കളിച്ചിട്ടുണ്ട് കേട്ടോ CS റാങ്ക് പുഷ് ആയിരുന്നു പക്ഷേ ആ റാങ്ക് മൈനസ് ആയത് ALD മാരിയ ഇവനൊക്കെ ആയിരിക്കും ഞാൻ വിചാരിച്ചു ഇവൻ്റെ ഒരു ലുക്ക് വെച്ച് അവൻ്റെ പേരായിരിക്കും ഏഞ്ചൽ ഇവൻ്റെ പേര് വേറെ വല്ല അലക്സാണ്ടർ കൊൽസണ്ടർ വിചാരിച്ചു വെരി ഹാർഡാണ് ഗേസ് അതിനൊക്കെ നമ്മൾ സിമ്പിളാക്കി ഫെർണാണ്ടോ സിൽവ അതന്നെ അടുത്തത് വെരി ഹാർഡ് ബ്രൂണോ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട് മറ്റേ റൊണാൾഡോൻ്റെ ടീമാണ് തോന്നുന്നു ഇതായിരുന്നു ജീപ്പ് പറയണ ആ ഒരു ടീമിലാണ് തോന്നുന്നു ബ്രൂണോ ഗൈമാറേസ് ആ ബ്രൂണോ തന്നെ ആണോ എന്തോ ആ ജീപ്പ് ഇത് റൊണാൾഡോൻ്റെ ടീമാണ് അതല്ല ബ്രൂണോ റൊണാൾഡോസ് ഇല്ലേ റൊണാൾഡോൻ്റെ ടീം എന്താ ഗെയിമർ അത് കഴിഞ്ഞതില്ലേ ക്രിസ്ത്യൻ റോമേറോ അപ്പം ഇത് തൊട്ടടുത്ത് ക്രിസ്ത്യാനോ റൊണാൾഡോ ഇരിക്കുമ്പോൾ ഇവനൊക്കെ സിമ്പല്ലുണ്ട് ഡേവിഡ് എലാബ അതിവൻ മയില് സോട്ടിൻ്റെ മണ്ടയ്ക്ക് മയിൽ ഇവൻ ഇതുവരെ കണ്ടിട്ടില്ല അപ്പോൾ ഇവനായിരിക്കും അതല്ല ഡെൻസൽ ഗസ് 47 ഇനി ഒരു 3 കൂടി ചാവിളൊരു ശബ്ദം എനിക്ക് ഏറ്റവും ഡൊമിനിക്
അപ്പുറത്തുള്ളവരായിരുന്നു ഗൈസ്. ആ ഇനി ഇതും കൂടി കഴിഞ്ഞ് 54. ഞാൻ 50 വിചാരിച്ചു. എഡർസൺ അവനല്ല അതാ ഗൈസ് അതിലൊന്ന് കേറായിരുന്നില്ലേ. ഇവൻ തൊട്ടടുത്ത് ക്രിസ്ത്യാനോ റൊണാൾഡോനെ കണ്ടാൽ പിന്നെ ഞാൻ എന്താ ചെയ്തത്? ഇവനാണോ? യെസ് ഇവനാണ്. ഇവൻ്റെ നേരത്തെ വന്നിട്ടുണ്ട്. ഇവൻ്റെ ഇപ്പുറത്തുള്ള ആ വള്ളൻ്റെ നേരത്തെ ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത് നോക്കാം. ഞാനതിൽ കയറാൻ പോയതാ. ലാസ്റ്റത്തെ കഴിഞ്ഞു. ഇതുണ്ട്. ഇത് പിടിച്ച് വലിച്ചു കയറണം. അതെ വലിയ കയറ്. ഞാൻ പാർക്കെത്തിയേ. എന്തുണ്ട് അടഞ്ഞങ്ങളാണോ പോട്ടത്? നമുക്ക് ഇതിൻ്റെ കൂടെ എഴുതി പോവാം. അതാ അതിൻ്റെ മണ്ടേ കയറണോ? അവിടെ എന്താ കാണിക്കുന്നത്? റീബർത്ത അങ്ങനെന്താ? അതാ ഞാൻ ചത്തു. അല്ലേ മാറും ഈ സാധനം മാറ്റി. ഇവിടെ വലിയ പണക്കാരൻ വരുന്നുണ്ട്. VIP നല്ല ശക്തിയുണ്ട്. അതാ സീസൂലാണ്. ഇറങ്ങ് ചാടി. എണ്ണന്മാരെ പിടിച്ച സീസോയിലിരുന്നു. ഇത് എവിടേക്കാ പോണ്ടത്? ഇവിടെ എന്തൊക്കെയോ ബക്കറ്റ് ഇരിക്കുന്നേ. ഇതിൻ്റെ അടുത്തേക്ക് പോയി നോക്കാം. ചേലിരുന്ന തിന്ന് ഗൈസ്. ഇത് എന്താ ചെയ്യണ്ടേ? അതാ എടാ ഇതിൽ ചാടിയ തിരിച്ചായി തന്നെ വന്നിരിക്കുന്നു. അതാ ഗടാ ഇതിൻ്റെ മണ്ട കയറിയത് വലിയ പ്രശ്നമല്ലോ. നമുക്ക് ഫ്രണ്ടിലൊരു ചെയറുണ്ട്. ഇപ്പുറത്തൊരു ചെയറുണ്ട്. സൈഡിക്ക് അയ്യോ സൈഡിൽ പോ. യെസ് അയ്യോ അടുത്ത് വെച്ച്. ഏടാ മല്ലേ വണ്ടിക്ക് അവിടെ വീഴാതെ മെല്ലെ അങ്ങോട്ട് പോയി. യെസ് എന്താ ചെയ്യണ്ടേന്ന് അറിയില്ല. ഇവിടെ ഒരു ഊഞ്ഞാലൊക്കെ ഉണ്ട്. ഊഞ്ഞാലിൽ കയറണം. നമ്മൾ തെറിച്ചു പോണം തോന്നുന്നു. ഇതെന്താ ഇവിടെ എന്തുണ്ട്? കയറി ചാടണം. ചാടി പോയില്ല. ഇതെന്തു ഗെയിമാടാ? ഈ ഒരു പാർക്കിക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഇത്ര ഇവന്മാരിൻ്റെ ഒരു കാര്യം. എടാ നമുക്ക് ഈ താഴത്തേക്കും ചാടുന്നുണ്ടോ? കമ്പി പിടിച്ച് വലിച്ചു കയറുക. അതാ ഗൈസ് ഞാനത് ബാക്ക് അടിക്കുന്നു. നല്ല വല്ല ഗെയിമായിരിക്കും പറഞ്ഞ് കയറ്റിയ ഗൈസ്. ഇത് നമുക്ക് വേറെ വല്ല കളിക്കട്ടോ. ഇത് ഒടുക്കത്തെ എന്താ പോലും അറിയാത്ത സംഭവമായി പോയി. ഒന്നും അറിയില്ല. ജിം ഷോഡോ
നമുക്ക് ജിമ്മിൻ്റെ കളിക്കാം. ജിം 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 നമ്മൾ വലിയൊരു ആന വയറം വെച്ച് വന്നിട്ട് 6 പാക്കുമായിട്ട് പോവാണ് ജിമ്മിൽ. അപ്പോൾ പല്ലൊക്കെ വെട്ടി തിളങ്ങണ്. ചെക്കൻ്റെ ഉദ്ദേശം നാട്ടിൽ സ്റ്റാർ ആവണം എന്നാണ്. എന്നാലേ അവന് നാട്ടിൽ മര്യാദയ്ക്ക് നടക്കാൻ പറ്റുള്ളൂ. 1 kg ഇതെന്ത് ലോഡിങ് ഒക്കെ ടിപ്പ്. കോമ്പറ്റീഷൻസ് ഹാവ് എ സ്മാൾ ചാൻസ് ടു ഗീവ് ബോണസ് പ്രൈസസ്. ഇങ്ങനെ ഉണ്ടായിരുന്നവൻ ഇങ്ങനെയായ തുടങ്ങി അപ്പോഴേക്കും. യെസ്, ഇതെന്ത് സംഭവം? ഓക്കെ, നമുക്കിത് പൊക്കണം. ഇത് ടാപ്പ് ചെയ്യണം. മുകളിലൊരു സാധനം കൂടുണ്ട്. ഇവിടെ ഒരു പവർ നിൽക്കുന്നത്. നമുക്ക് ടാപ്പ് ചെയ്തുകൊണ്ടിരുന്നാൽ മതി കേസ് വെറുതെ. പക്ഷെ നന്നായി ടാപ്പ് ചെയ്തിട്ടാവും. അവൻ്റെ പവർ മുകളിലൊരു കയ്യിൻ്റെ ശക്തി അവിടെ. ഇവിടെ ഒരു സാധനം കണ്ട കയ്യിൻ്റെ ഒരു ഇത് അവിടെ കാണിക്കുന്നുണ്ട്. അതിപ്പോൾ കഴിയുണ്ടോ? യെസ്, ക്വസ്റ്റ്യൻ ബീറ്റ് ദ നെർഡ് ഇൻ എ കോമ്പറ്റീഷൻ അല്ലേ? കോമ്പറ്റീഷൻ. ഓക്കെ. ഫേവറേറ്റ് ഐറ്റം. എന്ത് ഫേവറേറ്റ്സ് ഉണ്ട്? നമുക്കിനി പൊക്കോട്ടോ. പവർ വർദ്ധിക്കണം കേസ്. നമുക്കൊരു 150 പവറാക്കാം. എലിഞ്ഞ് ഉണങ്ങി ഇറങ്ങിയിരിക്കുകയാണ് കേസ് നമ്മൾ. നമുക്ക് 200 ആക്കിയിട്ട് പോന്നു. ഈ മോള് 150 പക്ഷെ ഇവിടെ നമ്മുടെ തലൻ്റെ മോളിൽ കാണിക്കുന്നത് കേസ് മതി. നമുക്കിത് ഇവിടെ ഉണ്ട് പോകാൻ പറഞ്ഞു. ഇന്റർ കോമ്പറ്റീഷൻ. നമുക്ക് ഓടുമ്പോൾ തന്നെ ഇത് കൂടും കേട്ടോ. പുറത്തേക്ക് പോകാനോ? ഓടാനാണ് തോന്നുന്നു. നമ്മൾ ഓടുക കേട്ടോ. പക്ഷെ ഇവർ പറയുന്ന സ്ഥലത്തേക്ക് ഓടുമ്പോൾ മാത്രമേ കൂടുള്ളൂ. കൂടണേ അല്ലേ കേസ്. ഇവൻ്റെ അടുത്ത് പോയി നിൽക്കാനാണോ ഈ വലിയ തടിയൻ? ഇവിടെ അടുത്തുണ്ട്. ഇങ്ങോട്ടോ പറയണേ. കോമ്പറ്റീഷൻ കയറി ഞാൻ. ഞാനില്ലടാ ഇവിടെ ഫുള്ള് തടിയ മാറടാ. കിട്ടില്ല. എനിക്ക് പവറേ ഇല്ല. കയറി വരും. ഞാൻ നെർഡിനെ പൊട്ടിക്കാനാണ് പറയുന്നത്. നെർഡ് എൻ്റെ ഫ്രണ്ടിലാണ് കേസ്. പക്ഷേ അവന്മാരൊക്കെ ജയിച്ചു കഴിഞ്ഞു. ഇവനാണോ നെർഡ്? പൊട്ടിക്കണം. നല്ല ടാപ്പ് വേണം. ഞാൻ തോറ്റു. എടാ ബിഗ് ഗെയിമർ ജയിച്ചു. അതാ
എനിക്കോ? എനിക്ക് +0. ശരി സീനില്ല. എൻ്റെ മുഖമൊക്കെ കണ്ട ഗൈസ്. നമുക്കിനി ഡമ്പൽ തൂക്കണം. ഡമ്പൽ തൂക്കി പവർ കൂട്ടാം. പക്ഷെ ഞാൻ വീണ്ടും ഇങ്ങോട്ട് വന്ന് ഞാനെവിടാ? ഞാൻ ലാസ്റ്റ്. നമ്മൾ നെർഡിന്റെ അടുത്തെത്തി. നെർഡിനെ പൊട്ടിച്ചില്ല. ഈ കളി നമ്മൾ സക്സസ്ഫുള്ളി തോറ്റിരിക്കും. എന്താ പറയുക, ഇത്തിരി പവർ വന്നു വരുന്നു എനിക്കൊന്നും. ഞാൻ ഈ ടെമ്പറേച്ചർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇവിടെ തന്നെ നിൽക്കുന്നേ. സങ്കടം പോകാൻ പറയുന്നുണ്ട്. നമ്മൾ ഈ കോമ്പറ്റീഷൻ എക്സിറ്റ് ആവണം. പക്ഷെ നമ്മളിവിടെ എത്തി. നമ്മൾ മെല്ലെ ടാപ്പ് ചെയ്ത് നല്ല ടാപ്പ് ഇട്ടതിന്. നെർഡിനെ പൊട്ടിച്ചു നമ്മൾ. നമ്മളങ്ങനെ നെർഡിനെ തോൽപ്പിച്ചിട്ടുണ്ട്. ഇന്നത്തെ അവസ്ഥാനമാണ് നമ്മൾ. നമുക്ക് +1 ട്രോഫി കിട്ടിയിട്ടുണ്ട്. ശിവനൊക്കെ ആരത്? ഇപ്പൊ തുടങ്ങും. നല്ല ഡബ്ബ കിട്ടും. നെർഡ് പോണതേ പുറത്താണ് ഫോണിലിട്ടിട്ട്. ഞങ്ങൾ ജയിച്ചാണ്. ഈ കളി തോക്കാൻ പറ്റുക. നെർഡിനെ പൊട്ടിക്കാറായി. ജയിച്ചു തോന്നുന്നു. നമ്മൾ ജയിച്ച് വേണ്ടി തോറ്റു. ഒന്നും കൂടി ഒരു ട്രോഫിയും കൂടി കിട്ടി. 6 ട്രോഫി ഗൈസ് നമ്മുടെ ടോട്ടൽ. നമുക്കിന്ന് എക്സിറ്റ് ചെയ്യാം. എനിക്ക് വയ്യ. എടുക്കുന്ന എനിക്ക് കോമ്പറ്റീഷനിൽ പോകണ്ട. ഇത് വർക്കാണല്ലോ മറ്റേത്. നീ ഇവിടെ എന്തൊക്കെ കാണിച്ചോണ്ടിരുന്നു? കോമ്പറ്റീഷനിലൊന്നും പങ്കെടുക്കുന്നില്ല. അത് നമ്മൾ താനെ വരുമോ? നമുക്ക് കുത്തിയുള്ള ശബ്ദം കേൾക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നമ്മൾ 238 ലാസ്റ്റാണ്. നെർഡിനെ പൊട്ടിക്കുന്നു.
ഗൈസ് അങ്ങനെ പുതിയൊരു ജയം കൂടി നമുക്ക് റെഡിനെ നമ്മൾ വീണ്ടും പിടിച്ചിരിക്കുന്നു. നമുക്ക് എക്സിറ്റ് കൊടുത്താലും എനിക്ക് വയ്യ ഇതിൽ പങ്കെടുക്കാൻ. ഗൈസ് നമ്മുടെ നോർമലി അത് തോന്നുന്നു. ഗൈസ് അപ്പളക്ക് ഞാനങ്ങോട്ട് കളിയിലേക്ക് വരുന്നു. അങ്ങനെ നിർത്തുള്ളൂ. നമുക്ക് എക്സിറ്റ് കൊടുത്താലോ? ഞാൻ എക്സിറ്റ് ചെയ്തു. എനിക്ക് അനങ്ങാൻ പറ്റുന്നുണ്ടോ? പറ്റി ഇതെന്ത് ഇങ്ങനെ പോണേ? യെസ്, പിന്നെ പവർ കൂട്ടുന്നുണ്ട് നമ്മുടെ. പവർ 1000 വെക്കണം. ഇവിടെ നിന്ന് മാത്രമല്ല, നമുക്കിത് ഇവിടെ നിന്നും ചെയ്യാം. ഇവിടെ കാര്യമുണ്ടല്ലോ. ടാപ്പാണ് തോന്നുന്നു ഗൈസ്. അതാ തോന്നുന്നത്. പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്യും ഇവൻ എന്നെ ഒന്നും പൊക്കാൻ സമയത്തുള്ള ഗൈസ്. മാറാ നീ. എനിക്കിത് ഇവിടെ ഇങ്ങനെ നിൽക്കാൻ പറ്റത്തേ. ഞാൻ മറ്റേ ചെറിയ ഡമ്പലാണ് പൊക്കുന്നത്. പുള്ളപ്പെങ്കിലും എടുക്കാൻ പറ്റുമോ? പക്ഷെ എനിക്ക് എന്താണെന്നറിയില്ല. അന്നേ ഉള്ളത് നമ്മളെക്കാൻ പറ്റും. ഞാൻ എങ്ങോട്ട് പോകാൻ പറയുന്നത്, പക്ഷെ ഞാൻ പോയിട്ടില്ല. ഗൺ ഷോപ്പ് എന്തോ ഇത് ഫ്രീ ഓപ്പി പെറ്റൊന്നും വേണ്ട. എന്തോന്നിത് ടോക്ക? ഓ, എനിക്കൊന്ന് അമർത്തി പിടിക്കാനാണ്. യെസ്, beaten the big gamer for me. ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞു. കാരണം അവനെ കൊടുക്കത്ത കളിയാണ് ഗൈസ്. നമുക്ക് ഇവിടെ അമർത്തി പിടിക്കണം. ഓ ഗൈസ്, നമ്മൾ പൊക്കുന്നു. യെസ്, പവർ പക്ഷെ കൂടുന്നില്ല. ടാപ്പ് ചെയ്യാനാണെങ്കിൽ ഇത് പൊക്കുമ്പോൾ നല്ലോണം കൊണ്ട്. എന്തോന്നിത്? നമ്മൾ ഈ വലിയ അമ്പലം പൊക്കമുണ്ട് ഗൈസ്. അതാ ഒരുത്തും തെറിച്ചും കൊണ്ട് പോയി. ഇന്നിറങ്ങി അമ്പലം എങ്ങനെ താഴ്ത്തിടയിന്? ഈ ഡമ്പലും ഗൈസ് നമ്മൾ താഴ്ത്ത് നമ്മളത് കളഞ്ഞു. ഇത് കളയുന്നു, കയ്യിൽ നിന്ന് കളയാൻ പറ്റും. ഈ പണ്ടാരം നമുക്ക് ഇത് വെക്കാം. ഇത് അതാരെ പൊക്കുണ്ട്. ഓ, യു നീഡ് മോർ പവർ ടു. നമുക്ക് പുള്ളപ്പ് എടുക്കണം. അവിടെ വേറൊരുത്തും പുള്ളപ്പ് എടുത്തോണ്ടിരിക്കുന്നു. മാറാ ഇതൊരു പെണ്ണാണ്.
എടുപ്പുള്ളപ്പോൾ എടുക്കണം. അമ്മേ ഗൈസ് പുള്ളി ഗെയിം കിട്ടോ. അപ്പോൾ ഗൈസ് എല്ലാവർക്കും ബായ് ബൈ. ഞാനിവിടെ കുറച്ച് പവറൊക്കെ ഉണ്ടാക്കി നാളെ നിങ്ങളുടെ മസിൽമാനായിട്ട് കേട്ടോ. അപ്പോൾ ഗൈസ് എല്ലാവർക്കും ബൈ ബൈ.